നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നിഫ്റ്റി ഒരു പുതിയ നായികക്കല്ല് ഇന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. 24,080 മുകളിലാണ് മാർക്കറ്റ് ഇന്ന് പോയിട്ടുള്ളത്. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു ദിവസമാണ്. 24,000 എന്ന് പറയുന്ന ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ തകിടം മറിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ഒരു ഷോർട്ട് കവറിങ് റാലി തന്നെ ഇന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയ ആളുകളെ സംബന്ധിച്ച് ഒരു നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ ആണ് കിട്ടിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോരോ സെക്ടറാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി ആയിരുന്നില്ല, മറിച്ച് ഇന്ന് IT സെക്ടറാണ് നിഫ്റ്റിനെ ശക്തമായ രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. കൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയുടെ ആ ഒരു ബലം ഉൾക്കൊണ്ടിട്ട് സിമന്റ് സ്റ്റോക്കും ഇന്ന് റാലി രേഖപ്പെടുത്തി. റിലയൻസ് ഇന്നലെ 3000 മുകളിൽ പോയ റിലയൻസ് 3080, ഇന്നലെ 4% അടുത്ത റാലി, ഇന്നും 1% മുകളിൽ റാലി രേഖപ്പെടുത്തി. ഈ ഒരു 5G സ്പെക്ട്രം കാരണം എയർടെൽ ഉൾപ്പെടെയുള്ള ടെലികോം കമ്പനീസും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും IT സെക്ടറാണ് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു റാലിയിലൊന്നും തന്നെ പങ്കെടുക്കാതെ മാറി പണക്കം നടിച്ച IT സെക്ടർ ഇന്ന് ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലയളവിൽ ഓരോ സെക്ടറുകളും അതാത് സെക്ടറുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനീസുമാണ് നിഫ്റ്റിനെ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ 24,086 എന്ന നിലയിലാണുള്ളത്. അപ്പോൾ മാർക്കറ്റിനെ 24,000 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് കവറിങ് റാലി തന്നെയാണ് ഇന്ന് കണ്ടത്. 24,000 ആയിരുന്നു ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് കോൾ സൈഡിൽ. അവരെല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ആയ ഒരു രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് മാറിയിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും നടത്തുന്ന ഇൻട്രാഡേ മൂവ്മെന്റ് ശക്തമാണ്. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഏത് ഇൻഡെക്സിനാണോ എക്സ്പയറി ഉള്ളത് ആ ഇൻഡെക്സിന് ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഇൻട്രാഡേ വോളറ്റിലിറ്റിയാണ് ഉണ്ടാവുക. കാരണം ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നില്ല, ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ആയിരുന്നു, എന്നാൽ നിഫ്റ്റി ഹയർ സൈഡിലേക്ക് ശക്തമായ രീതിയിൽ മൂവ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം തന്നെ പരിശോധിച്ച് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. 3812 സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് 240 പോയിന്റിലധികം ഉയർന്ന രീതിയിലാണ് ഉള്ളത്. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 175 പോയിന്റും സെൻസെക്സ് 586 പോയിന്റും, ബാങ്ക് നിഫ്റ്റി എന്നാൽ നെഗറ്റീവായിരുന്നു, 59 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അൾട്രാടെക് സിമെന്റ്, L&T മൈൻട്രി, ഗ്രാസിം, NTPC, വിപ്രോ തുടങ്ങിയ കമ്പനീസ് 3 മുതൽ 5% വരെയുള്ള റാലി രേഖപ്പെടുത്തി. അപ്പോൾ IT സെക്ടറിൽ നിന്ന് L&T മൈൻട്രിയും വിപ്രോയും നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ്, L&T, ബജാജ് ഓട്ടോ, ഐഷർ മോട്ടോഴ്സ്, ഡിവിസ് ലാബ് തുടങ്ങിയ കമ്പനീസ് 0.5% മുതൽ 1.5% വരെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ 61,000, ഗോൾഡ് ഇന്ന് തിരിച്ചു കയറി $16 ഉയർന്ന് $2,314 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ 85. ഏഷ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തു. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ റെഡിലായിരുന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ റെഡിലാണ്. ഇന്ത്യ വിക്സ് 14.15. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയും ഇന്നും ഏഷ്യൻ മാർക്കറ്റിന്റെ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല, യൂറോപ്യൻ മാർക്കറ്റിന്റെ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല എന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ US മാർക്കറ്റിന്റെ ഭാഗത്തു നിന്നും സപ്പോർട്ടൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ നിഫ്റ്റി മുകളിലേക്ക് പോകുന്നത്. നമുക്കിനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ്, സ്വിംഗ് ട്രേഡ്, ഇവ രണ്ടും നമ്മുടെ കൊച്ചി ഓഫീസിൽ ഇരുന്ന് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. 6 മാസത്തെ സംശയ നിവാരണത്തിലുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യം അൾട്രാടെക് സിമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. അപ്പോൾ ഈ ഒരു PM-ന്റെ ആവാസ് യോജന പദ്ധതി മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടിയും അൾട്രാടെക് സിമെന്റ് അവരുടെ പുതിയ ഗ്രൈൻഡിങ് പ്ലാന്റ് ഇനാഗ്രേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന വിവരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ 152 മെട്രിക് കപ്പാസിറ്റി ഉള്ള പുതിയ ഒരു പ്ലാന്റ് 1,900 കോടി രൂപ മുടക്കിയാണ് ഇവർ ഇത് ചെയ്യുന്നത്. റൂട്ട് മൊബൈലിൽ നിന്ന് ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു ന്യൂസ്. മൈക്രോസോഫ്റ്റായിട്ട് ഒരു പുതിയ ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. KEC ഇന്റർനാഷണൽ ഇന്ന് റാലി രേഖപ്പെടുത്തി. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ന്യൂസ് കവർ ചെയ്തിരുന്നു. 1000 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് കിട്ടിയിരുന്നു. റാഡിക്കോ കൈത്താൻ ഒരു ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ പുതിയ ഗോൾഡ് എഡിഷൻ ആൽക്കഹോളിക് പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്തിരുന്നുണ്ട്.
700 രൂപയാണ് പ്രൈസ് ഉള്ളത്. PB ഫിൻടെക് കമ്പനി 1200 രൂപയാണ് ഇവരുടെ പ്രൈസിൻ്റെ ടാർഗറ്റ് എല്ലാം തന്നെ. സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്തു. പ്രാക്ടിക്കലി പറയാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇവർ LNG പോർട്ട്ഫോളിയോ ബൂസ്റ്റ് ചെയ്യാനായിട്ട് 20 മില്യൺ ടൺ ഇവരുടെ കപ്പാസിറ്റി ഉയർത്തും എന്ന് കമ്പനി അറിയിച്ചു. അമരരാജ ബാറ്ററി കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള റാലി ഉണ്ടാക്കിയ കമ്പനിയാണ്. GAB ലിഥിയം ബാറ്ററി കമ്പനിയായിട്ട് ഇവർ ഒരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ഈ ഒരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെടുക വഴി ഇവർക്ക് ഗ്ലോബലി ഇവരുടെ പ്രൊഡക്റ്റുകൾ തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് ഉള്ളൊരു വഴി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്. ടാറ്റ മോട്ടോഴ്സ് കമ്പനി 2500 കോടി രൂപയാണ് ഇവരുടെ EV വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി മുടക്കുന്നത് എന്നുള്ള ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസ് ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. CEO VP നന്ദകുമാർ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ എല്ലാം തന്നെ ഗോൾഡ് ലോണിൻ്റെ എല്ലാം തന്നെ ഡിമാൻഡ് ഉയരുന്നു എന്നുള്ളത്. BPCL കമ്പനി ഇവർ വീഡിയോകോൺ എനർജി ബ്രസീലിലുള്ള വീഡിയോകോൺ എനർജി ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇൻഫോസിസ് കമ്പനി കൊറാസ് എന്ന് പറയുന്ന ഒരു IT കമ്പനിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. PVR ഇനോക്സ് കമ്പനി ഇവരുടെ 4K ലേസർ സിനിമ ഹൈദരാബാദിൽ പുതിയ സ്ക്രീനുകളെല്ലാം തന്നെ ഇവർ ഓപ്പൺ ചെയ്തു. RVNL കമ്പനി 72 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ജീനസ് ഇൻ്റർനാഷണൽ കമ്പനി ഇവർ NNG ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഹീറോ മോട്ടോ കോർപ്പ് ഔറംഗാബാദിൽ ഇവരുടെ പുതിയൊരു പ്ലാന്റ് ഇവർ ലോഞ്ച് ചെയ്തു. ഇലക്ട്രിക്കൽ ബൈക്ക് ഉൾപ്പെടെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഇവർ പ്രൊഡക്ഷൻ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്, ന്യൂസുകളുള്ളത്. അപ്പോൾ നാളെ രാവിലെ 7 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.